പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാൻ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിച്ചതോടെ മറ്റു രാജ്യങ്ങൾക്ക് കുറച്ച് സമാധാനം ലഭിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഉത്തര കൊറിയ തങ്ങളുടെ കിഴക്കൻ തീരത്ത് കടലിലേക്ക് ഒരു അജ്ഞാത മിസൈൽ വിക്ഷേപിച്ചുവെന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ സൈന്യമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയ ഒരു സംശയാസ്പദമായ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം നടത്തിയതായി ജാപ്പനീസ് അധികാരികളിൽ നിന്നും വേഗത്തിലുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചതായി ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിലെ പോസ്റ്റുകളിൽ അറിയിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയ ഒരു സംശയാസ്പദമായ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു. കൂടുതൽ അപ്ഡേറ്റുകൾ പിന്നാലെ വരുമെന്ന് ഓഫീസ് പ്രാരംഭ പ്രഖ്യാപനത്തിൽ പറഞ്ഞു. ഈ പോസ്റ്റുകൾ ജപ്പാന്റെ സുരക്ഷാ പ്രതിരോധ ഏജൻസികളിൽ നിന്നും പ്രാദേശിക സ്ഥിരത നിരീക്ഷിക്കുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നും ഉടനടി ശ്രദ്ധ ആകർഷിച്ചു. വിക്ഷേപണത്തിന് ശേഷം ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പൊതുജന സുരക്ഷയ്ക്കും ദേശീയ തയ്യാറെടുപ്പിനും ഊന്നൽ നൽകുന്ന വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണത്തോടുള്ള പ്രതികരണമായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പരമാവധി ശ്രമിക്കുക. കൂടുതൽ പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായും ഉചിതമായ രീതിയിലും വിവരങ്ങൾ നൽകുക. വിമാനങ്ങളുടെയും കപ്പലുകളുടെയും മറ്റാസ്തികളുടെയും സുരക്ഷ ഉറപ്പാക്കുക. ആകസ്മിക സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് ഉൾപ്പെടെ സാധ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുക. കഴിഞ്ഞ ദശകത്തിൽ ഉത്തര കൊറിയ പതിവായി മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ വിക്ഷേപണവും സിവിലിയൻ ജനതയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽ പാതകൾക്കും ഭീഷണിയാകുമെന്ന ആശങ്ക ഉയർന്നു. ഈ പരീക്ഷണങ്ങളുടെ സമയവും ആവൃത്തിയും പലപ്പോഴും രാജ്യത്തിന്റെ തന്ത്രപരമായ സന്ദേശം അയക്കലുമായും ഭൗമരാഷ്ട്രീയ സ്ഥാനവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും മേഖലയിലെ സൈനിക അഭ്യാസങ്ങൾക്കോ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കോ ഉള്ള പ്രതികരണമായി. കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന US സഖ്യകക്ഷി എന്ന നിലയിൽ ജപ്പാൻ ഇത്തരം പ്രകോപനങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കുന്നു. വ്യോമയാന സമുദ്ര മേഖലകൾക്ക് അധികൃതർ പതിവായി മുന്നറിയിപ്പുകൾ നൽകുകയും പൗരന്മാരെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി അടിയന്തര പദ്ധതികൾ സജീവമാക്കുകയും ചെയ്യുന്നു. ആവശ്യമെങ്കിൽ ഉടനടി പ്രതികരണം ഉറപ്പാക്കാൻ ജാപ്പനീസ് സ്വയം പ്രതിരോധ സേന ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളുടെ പാതയും സാധ്യതയുള്ള ആഘാത മേഖലകളും നിരീക്ഷിക്കുന്നു. കൊറിയൻ ഉപദ്വീപിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ഈ പുതിയ മിസൈൽ പ്രവർത്തനം. ഐക്യരാഷ്ട്രസഭയുടെ ആയുധ പരിപാടി നിയന്ത്രിക്കുന്ന പ്രമേയങ്ങൾ പാലിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും സാധ്യമായ പ്രതിരോധ നടപടികൾ നിർണ്ണയിക്കുന്നതിനും ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനുമായി അടുത്ത് ഏകോപിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടോക്കിയോയിൽ പൊതു ആശയവിനിമയം ഒരു മുൻഗണനയായി തുടരുന്നുണ്ട്. സ്ഥിതിഗതികൾ വികസിക്കുന്നതനുസരിച്ച് സമയബന്ധിതമായ അപ്ഡേറ്റുകൾ നൽകുന്നത് തുടരുന്നു. തീരദേശ വടക്കൻ പ്രദേശങ്ങളിലെ താമസക്കാർ ജാഗ്രത പാലിക്കാനും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിനുള്ള തന്ത്രപരമായ ഉപകരണമെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതി പ്രാദേശിക സുരക്ഷാ ചട്ടക്കൂടുകളുടെ പരിധികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിക്ഷേപണവും അയൽ രാജ്യങ്ങൾക്ക് ഉടനടി പ്രവർത്തന വെല്ലുവിളികൾ ഉയർത്തുക മാത്രമല്ല, കിഴക്കൻ ഏഷ്യൻ ഭൂരാഷ്ട്രീയത്തിലെ നിലവിലുള്ള അസ്ഥിരതയെ അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.